നമ്മുടെ അനുമോൾക്ക് നല്ലൊരു മെൻ്റൽ സപ്പോർട്ട് നെവിൻ കൊടുക്കുന്നുണ്ട്. അതുള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും അറിയത്തില്ല. എങ്കിൽ പോലും നെവിൻ അനുമോളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പം അതിനെതിരെ നെവിൻ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ ഇന്ന് അടുക്കളയിൽ കയറിയ സമയത്താണെങ്കിൽ പോലും ആദ്യം നമ്മുടെ ഷാനവാസ് അവിടെ നിന്നുകൊണ്ട് എന്താണ് അടുക്കളയിൽ കയറിയോ, ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ അടുത്തത് അപ്പുറത്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അതേപോലെ തന്നെ അക്ബറും ചോദിക്കുന്നുണ്ട്, ഇനിയും കയറില്ല എന്ന് പറഞ്ഞവരൊക്കെ കയറിയല്ലോ, എന്താണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നെവിൻ പറയാണ്, നിർത്തിക്കോ അക്ബറെ, എല്ലാവർക്കും ഒരു സിറ്റുവേഷൻ വരും, അതിൽ പിടിച്ചങ്ങനെ അങ്ങ് തൂങ്ങണ്ട, ഒരു നന്മമരം വരുന്നു, നന്മമരം കളിക്കല്ലേ കൂടുതൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, നന്മമരം കളിക്കുന്നത് ഞാനല്ല നീയാണ് എന്ന് നമ്മുടെ അക്ബർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷാനവാസിക്ക പറയുന്നത്, അവന് 1,50,000 കുറച്ച് പൈസ അനുമോള് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും അനുമോളോട് ഇത്ര സ്നേഹം. എന്താ അനുമോളോട് ആർക്കും സ്നേഹം കാണിക്കാൻ പറ്റത്തില്ലേ? എല്ലാവരും അനുമോളോട് ദേഷ്യം തന്നെ കാണിക്കണോ? അങ്ങനെ വല്ല നിർബന്ധമുണ്ടോ? അതിനുശേഷം നമ്മുടെ നൂറ വരുവാണ്. നൂറ വരുമ്പോൾ അനുമോൾ ഇങ്ങനെ അവിടെ നിൽക്കുക, മിണ്ടാതെ നിൽക്കുകയാണ്. നൂറ എന്നിട്ട് കറങ്ങി കറങ്ങി ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു. ആ ടൈമിൽ അനുമോൾ കുക്കറിൻ്റെ അടപ്പ് അങ്ങനെ വിസിലങ്ങനെ തുറന്ന് വിടുകയാണ്. അപ്പം നൂറ് ചോദിക്കുന്നുണ്ടോ, നിനക്കൊന്നും പറയാനില്ലാത്തതിന് നീ ഇങ്ങനെ വിസിലിൻ്റെ അടപ്പ് തുറന്ന് വിട്ടിട്ട് മറുപടി പറയുകയാണല്ലേ, ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങി പോണം മിസ്റ്റർ എന്നുള്ള രീതിയിൽ നൂറ പറയുന്നുണ്ട്. അതിനുശേഷം ഫുഡൊക്കെ അനുമോളാണ് ഉണ്ടാക്കി, എന്തൊക്കെയോ തോരനോ കറികളൊക്കെ നെവിനെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും ഫുഡ് കഴിക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ നെവിൻ അന്നേരം പറയുന്നുണ്ട്, ആവശ്യമുള്ളവർ ആവശ്യമുള്ളതുപോലെ എടുത്തു, ഞാൻ എല്ലാവർക്കും ഈക്വലായിട്ടാണ് വിളമ്പുന്നത്, ഞാൻ വളരെ ഫാസ്റ്റായിട്ട് വിളമ്പും എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് കറി ബാക്കി വരും, അതും നിങ്ങളെ ഇഷ്ടം പോലെ എടുത്തോളൂ, ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അനുമോൾ അപ്പോൾ അനുമോളുടെ ഭക്ഷണം എടുത്തുകൊണ്ട് ഒറ്റയ്ക്ക് മാറിയിരുന്ന് കഴിക്കണം. നെവിൻ പറഞ്ഞു, നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ഫുഡ് എടുത്തു, എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ആദിലെ നൂറെ അത് മിണ്ടാതെ അവിടെ നിന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. എന്തായാലും അനുമോള് കിച്ചണിൽ കയറില്ല എന്ന് പറഞ്ഞെങ്കിലും അനുമോള് കിച്ചണിൽ സഹായിച്ചു. കാരണം ഈ ആദിലയ്ക്കോ അതേപോലെ സാബുമാനോ നമ്മുടെ നെവിനെ ഒരു രീതിയിലും കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാൻ യാതൊരു തരത്തിലുള്ള ആഗ്രഹവുമില്ല. നെവിൻ എന്തായാലും അനുമോളോട് കുറച്ച് സ്നേഹവും കരുണയും കാണിക്കുന്നത് കൊണ്ട് തന്നെ നെവിനെ തിരിച്ച് സപ്പോർട്ട് ചെയ്യണം എന്ന് അനുമോള് വിചാരിക്കുന്നു. അതിലിപ്പോൾ എന്താ തെറ്റ്? അന്നൊരു ഇഷ്യൂ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരാരും സപ്പോർട്ട് ചെയ്യാതെ ഒരിടത്ത് മാറിയിരിക്കുന്നു, അടുത്ത ആൾ പോയി കിടക്കുന്നു. ഇങ്ങനെയൊക്കെ ഒറ്റ ആരുടെയും സഹായം ഇല്ലാതെ പണിയെല്ലാം ചെയ്തിട്ട് അത് വിളമ്പാൻ വരുമ്പോൾ ഇവരുടെ എല്ലാ ഷോ കാണണം. അതിപ്പോൾ നടക്കുന്ന പരിപാടിയല്ല. നെവിൻ ഇപ്പോൾ വേണമെങ്കിൽ വിട്ടുകൊടുക്കുമെന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോൾ അങ്ങനെ വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നു അന്ന് അനുമോൾ അത്തരം പ്രശ്നം ഉണ്ടാക്കിയത് മാറി നിന്നതും. ഇവർ സഹായിക്കുന്നില്ല എന്നുള്ളൊരു ഫാക്ടർ ഇവിടെ പ്രശ്നമായിട്ട് വരുന്നില്ല. നേരെ മറിച്ച് അനുമോൾ ഉണ്ടാക്കിയ ഭക്ഷണം അനുമോൾ വിളമ്പിയതായിരുന്നു അവരുടെ പ്രശ്നം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കമൻറ്റ് ചെയ്യും.